ഗൈസ്, ദൈവമാണ്. എല്ലാവർക്കും ദൈവൻ്റെ മാഡ് വൈബ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലത്തുള്ള അപ്ഡേഷൻസ് ഒന്നും എനിക്ക് തരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഫാമിലി റൗണ്ടിലോട്ട് പോവുകയാണ്. ലൈക്ക് ആദ്യം തന്നെ ഇന്നലത്തെ പ്രൊമോ വന്ന് നിന്നത് ഒരു കാറിലാണല്ലേ. കാറ് കണ്ടപ്പോൾ അവിടെയുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് ശരിക്കും തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴയായി. വേറെ ആരുമല്ല, നമ്മുടെ സായി അവിടെ പറയുന്നുണ്ടായിരുന്നു, ഇത് മിക്കവാറും ടാസ്ക് ആയിരിക്കും, ഇതിൽ ഞാൻ പൊളിക്കുന്നുള്ളത്. അത് അവിടെയുള്ള കണ്ടസ്റ്റൻസും പറയണ്ടായിരുന്നു. കാരണം കാറിൽ മാത്രം ഇരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സായി. അപ്പം അതേപോലെ കാറി കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതനുസരിച്ച് കുറേ കമൻറ്റ് കണ്ടു, ഡോർ അങ്ങ് അടച്ചേക്ക്, ആൾ കയറി പോയിക്കോട്ടെ എന്നുള്ളത്. അപ്പം ലൈക്ക് അത് ശരിക്കും ഋഷിയുടെ ഫാമിലി ആയിരുന്നു. പക്ഷെ കാറ് കണ്ട് ഇപ്പോൾ സായി വിചാരിച്ചു എന്തെങ്കിലും ടാസ്കോ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ലൈക്ക് ആ ഒരു ആത്മബന്ധം, അതായത് ലൈക്ക് അവിടെയുള്ള ലൈക്ക് പലരും കയറി കഴിഞ്ഞപ്പോൾ, അതായത് കാറിലിരുന്ന് ഘോരം സംസാരിച്ചുകൊണ്ടിരുന്ന, ഈവൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സായി, ലോകത്തിൽ ആകാശത്തിന് താഴെ ഭൂമിക്ക് മേലെയുള്ള പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്ന സായി അതിൻ്റെ അകത്ത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിയുമ്പോൾ ആൾ ഭയങ്കരമായിട്ട് സൈലൻ്റായി പതുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കായി. പക്ഷെ കാറ് കണ്ടപ്പോൾ ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ ഒരു ആത്മബന്ധം, അവിടെ ഒരു സ്പാർക്ക് അടിച്ചു. ലൈക്ക് അവിടെ എല്ലാവരും അതേ സ്വരത്തിൽ പറയുകയും ചെയ്തു, ആ കാറ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ ടാസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പൊളിക്കുന്നുള്ളത്. കഴിഞ്ഞ തവണത്തെ കാർ ടാസ്ക് പോലെ ഇത്തവണത്തെ ഒരു കാർ ടാസ്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, ഫാമിലി റൗണ്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ആക്ച്വലി ഇപ്പം ഈ ഒരു വീക്ക് ഭയങ്കര സെൻറ്റിമെൻ്റൽ വീക്കും കാര്യങ്ങളായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഋഷിയുടെ ഫാമിലി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഋഷിയുടെ ഫാമിലി വന്നിട്ട് ഋഷിയുടെ അമ്മ പറഞ്ഞ ഒരു മെയിൻ സംഭവമുണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ സായിയെ പോലത്തെ ലൈക്ക് കാർ ഭ്രാന്തന്മാർ, വണ്ടി ഭ്രാന്തന്മാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം.